അധ്യായം 22. അലസതയും ഭോഷത്വവും. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവൻ്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിനു തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. പെൺകുട്ടി ജനിക്കുന്നത് നഷ്ടമാണ്. വിവേകമുള്ള പുത്രിക്ക് വരനെ ലഭിക്കും. ലജ്ജാകരമായി പ്രവർത്തിക്കുന്ന പുത്രി പിതാവിന് ദുഃഖഹേതുവാണ്. അടക്കമില്ലാത്ത മകൾ പിതാവിനും ഭർത്താവിനും അപകീർത്തി വരുത്തുകയും ഇരുവരാലും വെറുക്കപ്പെടുകയും ചെയ്യുന്നു. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിൻ്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂഢനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിൻ്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ ഗാഢനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂഢനോട് കഥ പറയുന്നവൻ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെയോർത്ത് കരയുക, അവൻ്റെ പ്രകാശം അണഞ്ഞുപോയി. ഭോഷനെയോർത്ത് കരയുക, അവൻ്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെയോർത്ത് ഏറെ കരയേണ്ട, അവനു വിശ്രമം ലഭിച്ചു. ഭോഷൻ്റെ ജീവിതം മരണത്തേക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. ഭോഷന് വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവൻ്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക. അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവൻ്റെ ഭോഷത്വം നിന്നെ വലയ്ക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളതെന്താണ്? അതിൻ്റെ പേര് ഭോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ഭോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിൻ്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമികുലുക്കത്തിലും ഇടകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏതു വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായി ചിന്തയിലുറപ്പിച്ച മനസ്സ് സ്തൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റത്തിളകി പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. സുഹൃത്ത് ബന്ധം. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും. ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്ത് പോയാൽ പോലും നിരാശനാകേണ്ട. സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട. അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ദ, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരൻ്റെ ദാരിദ്ര്യത്തിൽ അവൻ്റെ വിശ്വാസം ആർജിച്ചാൽ അവൻ്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവൻ്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ദ രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല. ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയുമില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എൻ്റെ വായ്ക്ക് കാവൽക്കാരനും എൻ്റെ ചുണ്ടുകളിൽ വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവുമൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. അധ്യായം 23. ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന. എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എൻ്റെ പിതാവും ദൈവമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുത്. അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. നാവിൻ്റെ വിനിയോഗം. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാവിയുടെ വദനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല.
പരിശുദ്ധൻ്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവൊഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുകയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവൻ്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവൻ്റെ ഭവനത്തിൽ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരുതരം ശപഥമുണ്ട്. യാക്കോബിൻ്റെ സന്തതികളുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകുകയില്ല. അസഭ്യ ഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെത്തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിലെന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. ജഡിക പാപങ്ങൾ. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു. മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു. മരണം വരെ അവൻ പിന്മാറുകയില്ല. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഹത്യ ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്. ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു. ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. മനുഷ്യനെ മാത്രമേ അവൻ ഭയപ്പെടുന്നുള്ളൂ. കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ അവിടുന്ന് അത് അറിഞ്ഞിരുന്നു. സൃഷ്ടിക്ക് ശേഷവും അങ്ങനെ തന്നെ. ഈ മനുഷ്യൻ നഗരവീഥികളിൽ വെച്ച് ശിക്ഷിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നിടത്ത് വെച്ച് പിടിക്കപ്പെടുകയും ചെയ്യും. ഭർത്താവിനെ ഉപേക്ഷിച്ച് അന്യനിൽ നിന്ന് അവന് അവകാശിയെ നൽകുന്ന സ്ത്രീയും ഇങ്ങനെ തന്നെ. അവൾ അത്യുന്നതൻ്റെ നിയമം ലംഘിച്ചു. ഭർത്താവിനെ വഞ്ചിച്ച് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് അന്യപുരുഷനിൽ നിന്ന് സന്താനങ്ങൾക്ക് ജന്മം നൽകി. അവളെ സമൂഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരും. അവളുടെ സന്താനങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകും. അവളുടെ കുഞ്ഞുങ്ങൾ വേരുപിടിക്കുകയോ ശാഖകൾ ഫലം പുറപ്പെടുവിക്കുകയോ ചെയ്യുകയില്ല. അവൾ അവശേഷിപ്പിക്കുന്നത് ശാപഗ്രസ്തമായ ഓർമ്മയാണ്. അവളുടെ അപകീർത്തി മായുകയില്ല. കർത്തൃഭയത്തേക്കാൾ ശ്രേഷ്ഠമോ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനേക്കാൾ മധുരമോ ആയി മറ്റൊന്നില്ലെന്ന് അവളെ അതിജീവിക്കുന്നവർ അറിയും. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകാരം ദീർഘായുസ്സുമാണ്. അധ്യായം 24. ജ്ഞാനത്തിൻ്റെ മാഹാത്മ്യം. ജ്ഞാനത്തിൻ്റെ വാക്കുകൾ അവൾക്ക് തന്നെ പുകഴ്ചയാണ്. തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ അവൾ മഹത്വം ആർജിക്കുന്നു. അത്യുന്നതൻ്റെ സഭയിൽ അവൾ വായി തുറക്കുന്നു. അവിടുത്തെ സൈന്യത്തിൻ്റെ മുമ്പാകെ അവൾ പ്രഘോഷിക്കുന്നു. അത്യുന്നതൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട മൂടൽമഞ്ഞ് പോലെ ഞാൻ ഭൂമിയെ ആവരണം ചെയ്തു. ഉന്നതങ്ങളിൽ ഞാൻ വസിച്ചു. മേഘത്തൂണിലായിരുന്നു എൻ്റെ സിംഹാസനം. ഞാൻ തനിയെ ആകാശത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാതാളത്തിൻ്റെ ആഴങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. ആഴിയിലെ അലകളിലും ഊഴിയിലും എല്ലാ ജനതകളിലും രാജ്യങ്ങളിലും എനിക്ക് ആധിപത്യം ലഭിച്ചു. ഇവയിലെല്ലാം ഞാൻ വിശ്രമ സങ്കേതം അന്വേഷിച്ചു. ആരുടെ ദേശത്ത് വസിക്കണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ സകലത്തിൻ്റെയും സൃഷ്ടാവ് എനിക്ക് കൽപ്പന നൽകി. എൻ്റെ സൃഷ്ടാവ് എനിക്ക് കൂടാരത്തിന് സ്ഥലം നിശ്ചയിച്ചു തന്നു. അവിടുന്ന് പറഞ്ഞു, യാക്കോബിൽ വാസമുറപ്പിക്കുക, ഇസ്രായേലിൽ നിന്റെ അവകാശം സ്വീകരിക്കുക. കാലം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടുന്ന് എന്നെ സൃഷ്ടിച്ചു. ഞാൻ അനന്തമായി നിലനിൽക്കുന്നു. വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ മുൻപിൽ ഞാൻ ശുശ്രൂഷ ചെയ്തു. സിയോനിൽ ഞാൻ വാസമുറപ്പിച്ചു. അങ്ങനെ പ്രിയങ്കരമായ നഗരത്തിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകി. ജെറുസലമിൽ എനിക്ക് ആധിപത്യവും. ഒരു ബഹുമാന്യ ജനതയുടെ ഇടയിൽ അവരുടെ അവകാശമായ കർത്താവിൻ്റെ ഓഹരിയിൽ ഞാൻ വേരുറച്ചു. ലെബനോനിലെ ദേവദാരു പോലെയും ഹെർമോണിലെ സരളമരം പോലെയും ഞാൻ ഉയർന്നു. എൻഗേദിയിലെ ഈന്തപ്പന പോലെയും ജെറീക്കോയിലെ പനിനീർച്ചെടി പോലെയും ഞാൻ വളർന്നു. വയലിലെ ഒലിവ് മരം പോലെയും നദീതടത്തിലെ വൃക്ഷം പോലെയും ഞാൻ പുഷ്ടി പ്രാപിച്ചു. ഇലവങ്ങം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി. വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. കരുവേലമരം പോലെ ഞാൻ ശാഖ വീശുന്നു. എൻ്റെ ശാഖകൾ മഹത്വവും മനോഹാരിതയും നിറഞ്ഞവയാണ്. മുന്തിരിച്ചെടി പോലെ എൻ്റെ മുകുളങ്ങൾക്ക് ഞാൻ സൗന്ദര്യം പകർന്നു.
എൻ്റെ പുഷ്പങ്ങൾ മഹത്വമാർന്ന സമൃദ്ധ ഫലങ്ങളായി പരിണമിക്കുന്നു. എന്നെ അഭിലഷിക്കുന്നവൻ അടുത്തു വന്ന് അതൃപ്തിയാവോളം എൻ്റെ വിഭവങ്ങൾ ആസ്വദിക്കട്ടെ. എന്നെ സ്മരിക്കുന്നത് തേനിനേക്കാളും എന്നെ സ്വന്തമാക്കുന്നത് തേൻകട്ടയേക്കാളും മാധുര്യം പകരും. എന്നെ പൂജിക്കുന്നവൻ്റെ വിശപ്പ് ശമിക്കുകയില്ല, പിന്നെയും ആഗ്രഹിക്കും. എന്നെ പാനം ചെയ്യുന്നവൻ വീണ്ടും അഭിലഷിക്കും. എന്നെ അനുസരിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. എൻ്റെ സഹായത്തോടെ അധ്വാനിക്കുന്നവൻ പാപത്തിൽ വീഴുകയില്ല. ജ്ഞാനവും നിയമവും ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിൻ്റെ ഉടമ്പടി ഗ്രന്ഥം. യാക്കോബിൻ്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പിഷോൻ നദി പോലെയും ആദ്യഫലകാലത്ത് ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്ത് യോർദാൻ പോലെയും അതവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അത് നൈൽ പോലെയും മുന്തിരി പഴുക്കും കാലത്ത് ഗിഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ അവളെ പൂർണ്ണമായി അറിഞ്ഞില്ല, അവസാനത്തെ മനുഷ്യനും അവളുടെ ആഴം അളക്കുകയില്ല. അവളുടെ ചിന്ത സമുദ്രത്തേക്കാൾ വിശാലവും അവളുടെ പ്രബോധനം അഗാധത്തേക്കാൾ ആഴമേറിയതുമാണ്. നദിയിൽ നിന്നുള്ള തോട് പോലെയും ഉദ്യാനത്തിലേക്കുള്ള നീർച്ചാല് പോലെയും ഞാൻ ഒഴുകി. ഞാൻ എൻ്റെ ഉപവനം നനയ്ക്കുകയും തോട്ടം കുതിർക്കുകയും ചെയ്യും എന്ന് ഞാൻ പറഞ്ഞു. ഇതാ എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായി. ഞാൻ വീണ്ടും എൻ്റെ ഉപദേശത്തെ പ്രഭാതം പോലെ പ്രകാശമാനമാക്കും, അതിൻ്റെ കാന്തി വിദൂരങ്ങളിലും പ്രസരിപ്പിക്കും. ഞാൻ ഇനിയും എൻ്റെ പ്രബോധനങ്ങൾ പ്രവചനം പോലെ ചൊരിയുകയും ഭാവി തലമുറകൾക്ക് നൽകുകയും ചെയ്യും. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, ഉപദേശം തേടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അധ്വാനിച്ചതെന്ന് അറിയുക. അധ്യായം 25. ആദരണീയർ. എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. 3 തരക്കാരെ എൻ്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷമുളവാക്കുന്നു. ഗർവിഷ്ഠനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി. യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്ത് നേടാൻ കഴിയും? നരചൂടിയവൻ്റെ വിവേകവും വയോവൃദ്ധൻ്റെ സതുപദേശവും എത്ര ആകർഷകമാണ്. വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം. അനുഭവസമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. 9 ചിന്തകൾ കൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. 10ാമതൊരെണ്ണം ഞാൻ പറയാം. മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നേക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ. വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ. ജ്ഞാനം നേടിയവൻ എത്ര ശ്രേഷ്ഠൻ! ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ദുഷ്ടസ്ത്രീകൾ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവൻ്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായ വിഷമില്ല, ശത്രുവിൻ്റെതിനേക്കാൾ തീക്ഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവളുടെ രൂപം കെടുത്തുന്നു, അവളുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവളുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവീർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. പാപികളുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്, ധനത്തിനു വേണ്ടി അവളെ മോഹിക്കുകയും അരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ച് കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാനമുഖത്തിനും വ്രണിത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിൻ്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങിവെച്ചത്, അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്, ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. അവൾ നിന്റെ വരുതിയിൽ നിൽക്കുന്നില്ലെങ്കിൽ ബന്ധം വിടർത്തുക.